ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇസാസ് വേൾഡ്. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗേയ്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല, അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് പോയാലോ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊള്ളൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഇക്കാരെയൊക്കെ കുടുംബ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേയിട്ട് ഒരു ഷോർട്സിൽ ഞാൻ അവിടെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാരുടെ ചേട്ടനൊക്കെ ഇപ്പം കുറച്ച് ദിവസത്തേക്ക് വേണ്ടി അവിടെ താമസത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പോകുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ചായയും കടിയും വാങ്ങിക്കാനായിട്ട് ചായയല്ല കടി വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്നിട്ട് നേരെ അവിടെ പോയിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കുറച്ച് വൈബൊക്കെ അടിച്ചിരിക്കാം, അതാണ് പ്ലാനിങ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കടികളെന്ന് പറഞ്ഞാൽ. കടികളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇവിടെ വരുന്നത് മറ്റേ കാബജി, നല്ല മുളക് ബജി, അതിൻ്റെ കൂടെ ചട്നിയും കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പോയിട്ട് വന്നാലും ഇവിടെ നിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നും സെയിം സാധനം തന്നെ കാബജിയും നല്ല ചട്നിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണിത്. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട്, അതും വാങ്ങിച്ച് നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് ഈസോന് വീട്ടിലിടാനായിട്ട് കുറച്ച് തുണി എടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതെടുക്കാനായിട്ട് നോക്കിയപ്പം എല്ലാം നല്ലത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 ഷോർട്ട്സും 2 ടീഷർട്ടും സെലക്ട് ചെയ്ത് എടുത്ത കേട്ടോ. അപ്പോൾ അതിൻ്റെയൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, കാരണം തിരിച്ചു വരുന്ന വഴിക്ക് ഈസോ അതാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഒന്നിൻ്റെ മാത്രമായിട്ട് ഞാൻ എടുക്കാനായിട്ട് നിന്നില്ല, അതുകൊണ്ടാണ്. അങ്ങനെ അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് നേരെ വന്നത് ഇന്നത്തേക്കുള്ള ചിക്കൻ വാങ്ങിക്കണം. അങ്ങനെ ചിക്കൻ കടയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല ചിക്കൻ കറിയും ബെറോട്ടയാണ് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കടയിലോട്ട് വന്നതാണ്. അപ്പോൾ ഇക്കാടെ പരിചയത്തിലുള്ളൊരു കാക്കയുടെ കടയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ചിക്കൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറച്ചി എടുത്തിട്ട് നമ്മൾ ഇനിയിപ്പം പാല് വാങ്ങിക്കണം. പാലും പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കറുമുറി സാധനങ്ങളും കൂടെ വാങ്ങിക്കണം. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നമ്മുടെ വീടിനടുത്തുള്ള തന്നെ ഒരു കടയിൽ നിർത്തി. അപ്പോൾ ഇനിയിപ്പം കുറച്ച് മെങ്കിലാണ് വീട് കേട്ടോ. ഇത് നമ്മൾ അവിടെ അടുത്തുള്ളൊരു കടയാണ്. പണ്ടേ ഉള്ള നമ്മൾ തുണ്ടിക്കട എന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് കേട്ടോ ഈ നെയിം ബോർഡൊക്കെ വന്നത്, തുണ്ടി സ്റ്റോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തുണ്ടിക്കട എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് പാലൊക്കെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് ഈ ഒരു തേര് കയറി കഴിഞ്ഞാൽ വീടാണ്. അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. എല്ലാവരും സിറ്റൗട്ടിന്ന് വെളിയിലും തിണ്ണയിലും ഒക്കെ നിൽപ്പുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. ഇക്കാടെയൊക്കെ കുഞ്ഞുനാൾ മുതലേ അവരിവിടെയാണ് താമസിക്കുന്നത്. ഓ, ഇസുകുട്ടി ഇവിടെ തൂക്കുകയാണ് ഗൈസ്. എന്തിനാണ് തൂത്തറിയോ? വന്നപ്പോൾ ഉള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വന്ന് കയറുമ്പോഴേ ഫോണും കൊണ്ട് അവരെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർ മിക്കായൊക്കെ അവിടെ നിന്ന് ഇവിടെ നോക്കി എടുത്തോണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എവിടെയെങ്കിലും എന്തെങ്കിലും വിശേഷമായിട്ട് പോകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാൻ. പിന്നെ നമുക്ക് വീഡിയോ എന്തായാലും ഇടണമല്ലോ, അത് അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ജോലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതേ ഉള്ളേ. അപ്പോൾ എല്ലാവരും ഓരോ ജോലിയിലാണ്. അപ്പം ചേട്ടൻ്റെ വകയാണ് ചിക്കൻ കറി. അപ്പം ആളൊരു ചെറിയൊരു കുക്കാണെന്ന് പറയാം. ചെറിയൊരു കുക്കാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. നല്ല രീതിക്ക് ഫുഡൊക്കെ വയ്ക്കും, നല്ല കൈപ്പുണ്യമൊക്കെ ഉണ്ടായിട്ട്. നമ്മളെന്തെങ്കിലും വീട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പുള്ളിക്കാരനായിരിക്കും ഫുഡൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഇസുവിൻ്റെ പണികൾ അവിടെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗേസ്. തൂക്കലും വാരലും ഭയങ്കര ഹൈജീനിക്കാണ് കുട്ടി, ഭയങ്കര വൃത്തിയാക്കലാണ്. അങ്ങനെ അതവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ട് നിൽപ്പുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴത്തേനും ഭയങ്കര ബഹളവും തമാശ പറച്ചിലും കളിയും കാര്യമൊക്കെ ആയിട്ട് വേറൊരു വൈബാണ് കേട്ടോ. നല്ല രസമാണെന്ന് വെച്ചാൽ നമുക്കറിയാമായിരിക്കും, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രത്യേക ഒരു രസമാണത്. അപ്പോൾ ഇപ്രാവശ്യം അതിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പുള്ളിക്കാരി വേറൊരു ആവശ്യമായിട്ട് പോയതുകൊണ്ട് മൈനി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടിച്ചു പൊളിക്കും. ഇതേപോലുള്ള ദിവസങ്ങളിലൊക്കെ നല്ല രസം, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ.
നമുക്ക് സന്തോഷിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ അല്ലേ കിട്ടുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നമ്മൾ എന്താണ് ആലോചിക്കുമ്പോഴത്തേനും ഇതേപോലെ എന്താണ് നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ എന്താണ് എൻജോയ് ചെയ്യാൻ പറ്റിയ മൊമെൻറ്റ്സ് നമുക്ക് പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിങ്സ് ആയിരിക്കും അല്ലേ. കൂടുതലും എന്താണ് പ്രവാസികൾക്കായിരിക്കും അത് സങ്കടമാവണം. കാരണം ഇക്കാടെ രണ്ടാമത്തെ ചേട്ടൻ ഗൾഫിലാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരനെ ഇതൊക്കെ കാണുമ്പോഴത്തേനും വല്ലാതെ മിസ് ചെയ്യും. അതുപോലെ തന്നെ ചേട്ടത്തിക്കും വല്ലാതെ മിസ്സിങ് ആണ്. കാരണം നമ്മളെല്ലാവരും എന്താണ് കാര്യവും പറഞ്ഞ് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേനും പുള്ളിക്കാരിക്ക് എന്താണ് ഹസ്ബൻഡ് കൂടെ ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സങ്കടം എപ്പോഴും അവർക്ക് കാണും. അതുപോലെ തന്നെ ചേട്ടനെയും കാണും. കാരണം നമ്മളെ കൂടെ ഇപ്പം എന്താണ് എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ ആ ഒരിത്. പിന്നൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയിടാ. ചേട്ടത്തിമാരെന്ന് പറയുമ്പോഴത്തേനും പുള്ളിക്കാരികൾ 2 പേരും എൻ്റെ ഫ്രണ്ട്സായിരുന്നു. എൻ്റെ കൂടെ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ് കേട്ടാ. ചേട്ടത്തിമാരായിട്ടും ഒരേ കുടുംബത്തിലോട്ട് കയറി വന്നതും 2 പേരും എൻ്റെ കൂടെ പഠിച്ച 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാമായിരിക്കുമല്ലോ. അപ്പം അതും കൂടെയൊക്കെ ആകുമ്പോൾ വേറൊരു വൈബായിരിക്കുമല്ലേ. അങ്ങനെ പിന്നെ കാര്യം പറിച്ചിലും ബഹളങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ ആഹാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പെറോട്ട, പിന്നെ അവർ ഉച്ചയ്ക്ക് വെച്ചിരുന്ന ചോറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഞാൻ പെറോട്ട കഴിച്ച് ഒരു 1.5 പെറോട്ട കഴിച്ചിട്ട് കുറച്ച് ചോറും കൂടെ കഴിച്ചായിരുന്നു. എനിക്ക് രാത്രിയൊക്കെ ആയാലും ചോറ് കഴിക്കാതൊരു ഒരു സംതൃപ്തി വരത്തില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എന്താണ് ഓരോരുത്തരും അവരവിടെ എന്താണ് ഇരുന്നിരുന്ന് ആഹാരം കഴിച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം ഇവർക്ക് കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അടച്ചിട്ടിരുന്ന വീടൊന്നും അവർക്ക് സെറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മളുള്ള പരിമിതിയിൽ ഇരുന്നുകൊണ്ട് ഫുഡൊക്കെ റെഡിയാക്കി കഴിച്ചതാണ് കേട്ടോ. ഈ ഓടി നടന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ മരുമകളാണ് ഗേസ്. പുള്ളിക്കാരി ഓടി നടന്ന് തകൃതിയായിട്ട് വീഡിയോ ഒരു മുത്തം കുടിക്കും. ഓക്കെ ഇവിടെ കണ്ടുപോലും ശരി പോട്ടെ. പോണ്ടേ നമുക്ക് പോട്ടെ. എവിടെ ഇറങ്ങണം? ഇവിടെ ആക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വരാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല താമസിച്ചു. പക്ഷേ ഇസക്കുട്ടിക്കാണെങ്കിൽ അവിടെ തന്നെ നിൽക്കാനുള്ള താല്പര്യത്തിലായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളില്ലാതെ അവൾ നിൽക്കത്തില്ല. നമുക്ക് കൂടെ നിൽക്കാനുള്ള സൗകര്യമോ അവിടെ ഇല്ല. അങ്ങനെ ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.